ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. അതായത് യൂട്യൂബിൽ തമ്പനെയിൽ വെക്കുമ്പം ഏത് റേഷ്യോ ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഫസ്റ്റ് ടൈം വരുന്നവർ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ തമ്പനെയിൽ അതിൻ്റെ റേഷ്യോ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആപ്പ് പിക്സാർട്ടാണ് കേട്ടോ. ഇത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരിട്ട് നമ്മുടെ ഗാലറിയിലേക്കാണ് കേട്ടോ, ഫോണിൻ്റെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തതിന് ശേഷം നേരിട്ട് നമ്മളിതാ പിക്സാർട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് റേഷ്യോയിലേക്ക് പോകുന്നതുകൊണ്ടില്ല. ഒരുപാട് റേഷ്യോസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 16:9 എന്നുള്ള റേഷ്യോ ആണ് കേട്ടോ. അതാണ് യൂട്യൂബിൻ്റെ തമ്പനെയിലിൽ കറക്റ്റായിട്ടുള്ള റേഷ്യോ വരുന്നത്. ഇനി അതല്ല, ഈ റേഷ്യോ എഴുതി കാണിക്കാത്തത് ഇവിടെ ഏറ്റവും ലാസ്റ്റ് പോകുന്ന നോക്കുകയാണെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായാലും നമ്മളിപ്പോൾ റേഷ്യോ കാണിച്ചിട്ടുള്ളതായാലും കറക്റ്റ് സൈസിൽ തന്നെ വരുന്ന സംഭവമായിട്ട് ഞാനിപ്പോൾ അത് ഇവിടെ കാണിക്കാം. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് എന്താ പറയുക, ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ യൂട്യൂബ് എൻ്റെ സൈസിലെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു രീതിക്കെല്ലാം നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് സൈസാണ്. യൂട്യൂബിൻ്റെ തമ്പനെയിലിൽ വേണ്ടിയുള്ള കറക്റ്റ് സൈസാട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ്, അതല്ല സ്റ്റിക്കർ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് എങ്ങനെ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കാം. അപ്പോൾ നിങ്ങൾ 1-2 വട്ടം ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇത് കറക്റ്റായിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ ഓരോരോ ഇതായിട്ട് പരിചയപ്പെടുത്താം. നമുക്ക് കണ്ടില്ലേ, ഇവിടെ എല്ലാ ഇതും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതായത് ടൂൾ എടുക്കുമ്പോൾ നമുക്കിവിടെ ക്രോപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കണ്ടില്ലേ, നമ്മളെടുത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ തന്നെ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടെക്സ്റ്റിൻ്റെ ആഡ് ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ എടുക്കാം. നമുക്കിപ്പം നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതി കാണിക്കുകയാണെങ്കിൽ തമ്പനെയിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതിനുവേണ്ടി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പം ഇതിന് യോജിച്ച വേർഡ്സാണ് കൊടുക്കുന്നത്. ആർട്ട് വർക്ക്, ഇതെൻ്റെ ഒരു ക്രാഫ്റ്റാണ്, അതാണ് ഞാനിതിന് ആർട്ട് വർക്ക് എന്ന് കൊടുക്കുന്നത്. അത് ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ മംഗ്ലീഷ് കീബോർഡ് ഉണ്ട് കേട്ടോ. അത് വെച്ചാണ് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിന് ഒരു ക്രൗണിൻ്റെ ചിഹ്നം വരുന്നത് നമ്മൾ എന്താ പറയുക, ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടൂ. നമ്മൾ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട കേട്ടോ, അത് പെയ്ഡാണ്. അതൊന്നും ചെയ്യേണ്ട. അല്ലാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ടെക്സ്റ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഇഷ്ടമുള്ള കളർ, അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അറിയാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനെ സൂം ഔട്ട് സൂം ഇന്നൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലാക്കിയിട്ട് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവെക്കാം കേട്ടോ. ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റാനും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ മോഡൽ മാറ്റാനും ഒക്കെ ഇവിടെ ഓപ്ഷൻസ്, ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആട്ടോ. അതുപോലെ ഓരോന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം നമ്മളിപ്പം ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഏഡ് ഫോട്ടോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇനിയും നമുക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഏഡ് ഫോട്ടോ എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കാം. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സൈസ് ചെറുതാക്കോ വലുതാക്കോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി എനിക്ക് ഫോട്ടോൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് സൈസ് ഒന്ന് ചെറുതാക്കണം. അതിനുവേണ്ടി ഞാൻ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് അത് ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ക്രോപ്പായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ? അതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി സൂപ്പറായി. ഇനി നമുക്കിത് നമ്മുടെ ഗാലറിയിൽ നമ്മൾ തമ്പനയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പം നമുക്ക് ഗാലറിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യണം കേട്ടോ. അതിന് സേവിൻ്റെ ഓപ്ഷനാണ് ആ ഒരു ഏറോ മാർക്ക് കണ്ടില്ലേ താഴത്തോട്ട് വരുന്നത്, അത് സേവിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. അപ്പോൾ അത് സേവ് ആസ് JPG എന്നുള്ള ഇതിലാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്വാളിറ്റി ഒക്കെ ഫുള്ളാക്കി വെച്ചിട്ട് സേവ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വെക്കാം എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ പ്ലസ് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഇടണമെങ്കിൽ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്താൽ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഏതാണോ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് കൊടുക്കാം, ഫിൽറ്റർ കൊടുക്കാം, അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മളെ ഇതിലേക്ക് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് എ മെസ്സേജ് എന്നുള്ളിടത്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ തീം എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത് എഴുതി കൊടുക്കാം. പിന്നെ സെലക്ട് ഇമേജസ് എന്നുള്ള അതർ ഇമേജസ് നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ന്യൂ ആർട്ട് വർക്ക് കാണാൻ മറക്കല്ലേ എന്നാണ് ഞാൻ എഴുതുന്നത്. അത് ഞാൻ മലയാളത്തിൽ കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ, കാണാൻ മറക്കല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എന്താ പറയുക, ഇവിടെ സിമ്പിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇനി കൊടുക്കുക. കുറച്ച് നെറ്റ് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ലോഡാവാൻ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ പോസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വ്യൂ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മളിട്ട പോസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.